തനിക്ക് ഫെലിയോട് ഒരു ഫീലിങ്സും ഇല്ലെന്ന് ജോർദൻ രാഗയോട് ക്ലിയർ ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഫെലിയെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്ന് രാഗയും പറയുന്നു. ഇത് കേട്ട് ജോർദൻ സർപ്രൈസ് ആകുന്നുണ്ട്. നീ സത്യത്തിൽ ഇത് സീരിയസ് ആണെന്ന് ജോർദൻ ചോദിക്കുന്നു. അതെ, ഫെലിയുടെ കാര്യത്തിൽ ഞാൻ സീരിയസ് ആണെന്ന് രാഗ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. എനിക്കുറപ്പാണ് നീ ഫെലി എന്നും ഹാപ്പിയെ കീപ്പ് ചെയ്യുമെന്ന്. ഫെലിയുടെ നല്ല ഗേളാണ്. അവൾ ലൈഫിൽ എല്ലാ ഹാപ്പിനെസ്സും ഡിസേർവ് ചെയ്യുന്നെന്നും ജോർദൻ പറയുന്നു. ഇതെല്ലാം കേട്ട് രാഗയും ഹാപ്പി ആകുന്നുണ്ട്. താൻ ഫെലിയെ എന്നും ടേക്ക് കെയർ ചെയ്യുമെന്നും രാഗ ജോർദനോട് പ്രോമിസ് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ ഫെലി അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ലഞ്ച് കഴിക്കാൻ വരികയാണ്. കുറെ ഗേൾസ് ആ വീഡിയോയുടെ പേരും പറഞ്ഞ് ഇപ്പോഴും അവളെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. മിക്കവാറും ഫെലി തന്നെയായിരിക്കും ആ വീഡിയോ അപ്ലോഡ് ചെയ്ത്. കാരണം ഇത് വൈറലായി അവൾ ഫേമസ് ആകുമ്പോൾ ജോർദൻ അവളെ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നതെന്നും ആ ഫ്രണ്ട്സ് പറയുന്നു. ഇതെല്ലാം കേട്ട് ഫെലി ഒരുപാട് അപ്സെറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ജോർദൻ അവിടേക്ക് വരുന്നു. ഫെലിയോട് എന്തോ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഫെലി അവനെ ഇഗ്നോർ ചെയ്ത് വാഷ്റൂമിൽ പോവുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. രാഗയും ഹെൽഗിയും നാവിറോയും എല്ലാം അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറെ ബോയ്സ് ഫെലിയെ കളിയാക്കുന്നു. രാഗ ദേഷ്യത്തിൽ വന്ന് ആ ബോയ്സിന്റെ കോളർ പിടിക്കുന്നു. എന്നിട്ട് ഫെലിയെ ശല്യപ്പെടുത്തി നിർത്താൻ അവരോട് പറയുന്നുണ്ട്. ഞങ്ങളിതെല്ലാം നിന്നിൽ നിന്ന് പഠിച്ചത്. കാരണം നീ ഇതുപോലെ ഫെലിയെ ശല്യപ്പെടുത്താറുണ്ടായിരുന്നില്ലേന്ന് ആ ബോയ്സ് ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ രാഗയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. ഇത് നിന്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്. നീ ഇനി ഒരിക്കലും ഫെലിയെ ശല്യപ്പെടുത്തരുതെന്ന് ആ ബോയ്സിനോട് പറയുന്നു. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ഫെലി വന്ന് ഒരു വിധത്തിൽ രാഗയെ കാമാക്കുന്നു. പ്രശ്നമെല്ലാം ഒരുവിധം സോൾവ് ആകുമ്പോൾ വാഷ്റൂമിലേക്ക് പോകാനായി ഫെലി അവിടുന്ന് പോകുന്നുണ്ട്. അവളുടെ പിറകെ രാഗയും അവൻ്റെ പിറകെ ബാക്കി ബ്രദേഴ്സ് നടന്നു വരുന്നു. ഈ സീൻ കാണുമ്പോൾ ഇവരെല്ലാവരും ഫെലിയുടെ പ്രൈവറ്റ് ബോഡി ഗാർഡിനെ പോലെയാണ് നടക്കുന്നത്. ഇവരെല്ലാവരും നോക്കിയ ശേഷം ഫെലി സ്മൈൽ ചെയ്യുന്നു. ഇതെല്ലാം ക്ലോയി കാണുന്നു. അവൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും തിരിച്ചു പോകാനായി ബസ്സിലിരിക്കുകയാണ്. ക്ലോയി ആകട്ടെ ആകെ ടെൻഷനിലും. ക്ലോയുടെ ഫേസ് കണ്ട് അവളുടെ ഫ്രണ്ട്സ് അവളോട് നിനക്ക് എന്തു പറ്റി, നീ എന്താ ഇത്രയും ടെൻഷനിലിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ ആ ഫെലിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്ന് ക്ലോയി പറയുമ്പോൾ നീ എന്തിനാ ഫെലിയെക്കുറിച്ച് ആലോചിച്ച് ഇത്രയും വറീഡാകുന്നത്? നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഫെലി എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടില്ലേന്ന് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ ഫെലി ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന്? ജോർദൻ റിജക്റ്റ് ചെയ്ത ശേഷം അവൾ ഇപ്പോൾ രാഗയുടെ പിറകിലാണ്. രാഗ കഴിഞ്ഞാൽ അവളുടെ ടാർജറ്റ് മിക്കവാറും ഹെൽഗിയോ നാവിറോ ആയിരിക്കും. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വറിയില്ലെന്ന് ക്ലോയ് ചോദിക്കുന്നു. ഹെൽഗിയും നാവിറോയും ഒരിക്കലും ഫെലി അക്സെപ്റ്റ് ചെയ്യില്ല. ജോർദൻ ചെയ്ത പോലെ അവരും അവളെ റിജക്റ്റ് ചെയ്തേ ഉള്ളൂ എന്ന് ഫ്രണ്ട്സ് പറയുന്നു. അല്ലെങ്കിൽ തന്നെ ഫെലി ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടിയിരിക്കുകയാണ്. ഇനി ആരെ അപ്രോച്ച് ചെയ്യുന്ന ധൈര്യം അവൾക്ക് ഉണ്ടാവില്ലെന്നും ഇലൻഡ പറയുന്നു. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും ക്ലോയി അപ്പോഴും കാമാകുന്നില്ല. നെക്സ്റ്റ് സീനിൽ എല്ലാവരും വീട്ടിലേക്ക് വരുന്നു. നാവിറോ ഹെൽഗയും ഹാപ്പിയായി അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഫെലി ആകട്ടെ അവളുടെ ലഗേജ് എങ്ങനെയെങ്കിലും മുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവളെ കൊണ്ട് ലഗേജുമായി സ്റ്റേഴ്സ് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇത് ജോർദൻ കാണുന്നുണ്ട്. അവൻ അവിടേക്ക് വന്ന് അവളുടെ ലഗേജിൽ പിടിച്ച് ഞാൻ ഇത് നിന്റെ റൂമിൽ എത്തിക്കാമെന്ന് പറയുന്നു. പക്ഷേ ഫെലി സമ്മതിക്കുന്നില്ല. അവൾ ഒരു വിധത്തിൽ ലഗേജുമായി റൂമിലേക്ക് പോകുന്നുണ്ട്. ഫെലി ഇവിടെ ജോർദനെ ഇഗ്നോർ ചെയ്യാണ്. ഇവരുടെ ഇൻട്രാക്ഷൻ രാഗ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ ഫെലി റൂമിലിരുന്ന് ഡയറി എഴുതുകയാണ്. അവൾ കരയുന്നുണ്ടായിരുന്നു എഴുതുമ്പോൾ. ജോർദൻ തന്നെ റിജക്റ്റ് ചെയ്തപ്പോൾ തൻ്റെ ഹാർട്ട് ഒരുപാട് ബ്രേക്കായെന്നും ആളുകൾ കളിയാക്കുന്നതിൽ നമുക്ക് ഇത്രയും വിഷമം ഉണ്ടാകില്ല. പക്ഷെ ആളുകൾ നമ്മളെ റിജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം വരുന്നെല്ലാം അവൾ എഴുതുന്നു. താൻ സ്നേഹം ഡിസേർവ് ചെയ്യുന്നില്ലെന്ന് ഫെലി സ്വയം ചോദിക്കുന്നു. കാരണം ജോർദൻ ഇപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്തു. തൻ്റെ പേരൻസ് കുട്ടിക്കാലത്തെ തന്നെ ഉപേക്ഷിച്ചു. സോ ഇതെല്ലാം ആലോചിച്ച് ഫെലി ഒരുപാട് കരയുന്നുണ്ട്. അതേസമയം ഫെലിയോട് സംസാരിക്കാനായി ജോർദൻ അവളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. പക്ഷെ അകത്തേക്ക് കയറാൻ അവന് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഫെലി വെളിയിലേക്ക് വരുന്ന വെയിറ്റ് ചെയ്ത് അവൻ അവിടെ നിൽക്കുന്നു. തൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ ആരോ ഉള്ള പോലെ ഫെലിക്ക് ഫീൽ ചെയ്യുന്നു. അവൾ ഡോറിൻ്റെ അടുത്തേക്ക് വന്ന് വെളിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായി ഡോറിൽ ചെവി വയ്ക്കുന്നു. അതേസമയം ജോർദനും ഫെലി റൂമിനകത്തുണ്ടോ എന്ന് അറിയാനായി ഡോറിൽ ചെവി വയ്ക്കുന്നുണ്ട്. ഫെലി ഡോർ തുറക്കാനായി പോകുന്നുണ്ടെങ്കിലും മടിക്കുന്നുണ്ട്. ജോർദൻ ആകട്ടെ അവിടുന്ന് പോകുന്നു.
ഇവിടെ നാവിറും ഹെൽഗയും ഗെയിമിംഗ് റൂമിലിരുന്ന് ഗെയിം കളിക്കുകയാണ്. രാഗ അവിടേക്ക് വന്ന് നിങ്ങൾ രണ്ടാളും എപ്പോഴും ഗെയിം കളിക്കുകയാണ്, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചെയ്തുകൂടെയും ചോദിക്കുന്നു. അപ്പോൾ ജോർദൻ അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഫെലിയെ കണ്ടിരുന്നോ? ഇന്നവൾ ഡിന്നർ കഴിക്കാനായി താഴേക്ക് വന്നില്ല, ഇതുവരെ ഒന്നും കഴിച്ചിട്ടുമില്ലെന്ന് ജോർദൻ പറയുന്നു. ഡിന്നർ കഴിക്കാനായി ഞാൻ ഫെലിയെ വിളിക്കാൻ അവളുടെ റൂമിൽ പോയിരുന്നു, പക്ഷെ അവൾ വേണ്ടെന്ന് പറഞ്ഞു എന്ന് രാഗ പറയുന്നു. അപ്പോൾ ഹെൽഗ ജോർദൻ്റെ അടുത്ത് വന്ന് ഞാൻ നിനക്ക് നല്ലൊരു അഡ്വൈസ് തരാം. ഒരു ബ്രദർ മറ്റൊരു ബ്രദറിന് കൊടുക്കുന്ന ഒരു അഡ്വൈസർ വിചാരിച്ചാൽ മതി. ഗേൾസിൻ്റെ കാര്യമാകുമ്പോൾ ഒരിക്കലും അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യരുത്. നമ്മളുടെ കെയറിനെ അവർ മറ്റേതെങ്കിലും മീനിങ് ആയിട്ട് കണക്കാക്കും. എന്നെ നോക്കൂ, ഞാൻ ഒരു ഗേളിനും ഒരു ഇൻട്രസ്റ്റും കൊടുക്കാറില്ല, അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഒരു പ്രോബ്ലം ഇല്ല താനും. നിനക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഗേൾസിന് ഒരിക്കലും ഫേക്കായിട്ടുള്ള സ്വപ്നങ്ങൾ കൊടുക്കരുത്. നാവറ ചെയ്യുന്ന പോലെ. നാവറ ഫുൾ ടൈം ഗേൾസിൻ്റെ ഹാർട്ടെല്ലാം ബ്രേക്ക് ചെയ്യാണ് ഇതുപോലുള്ള സ്വപ്നങ്ങൾ കൊടുത്തെന്ന് ഹെൽഗ പറയുന്നു. ഹെൽഗ നാവറെ ടീസ് ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നാവർ ഇറിറ്റേറ്റും ആകുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഫെലിയെക്കുറിച്ച് ആലോചിച്ച് ജോർദൻ ഒരുപാട് സാഡാകുന്നു. അവന് സ്വയം അവനോട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. താൻ എന്തായാലും ഫെലിക്ക് ഡിന്നർ കൊണ്ടുപോകാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. രാഗ അവനെ തടയുന്നുണ്ട്. നിനക്ക് മനസ്സിലാകുന്നില്ലേ, ഫെലി നിന്നെ ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഫെലിക്ക് വേണ്ടി ഡിന്നർ കൊണ്ടുപോകാമെന്ന് രാഗ പറയുന്നു. അപ്പോൾ നാവർ എണീറ്റ് നിങ്ങളാരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്കറിയാം ഫെലി എന്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന്, ഞാൻ അവൾക്ക് ഡിന്നർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി ഉറങ്ങാൻ ശ്രമിക്കുകയാണ്, പക്ഷെ അവൾക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. ഒരുപാട് റെസ്റ്റ്ലെസ് ഫീൽ ചെയ്യുന്നു. ജോർദനെ ഫേസ് ചെയ്യാൻ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ അവൾ പതുക്കെ റൂമിൽ നിന്ന് ഇറങ്ങുന്നു. ജോർദൻ അവിടെ ഉണ്ടോ എന്നെല്ലാം നോക്കുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ ഷോൾഡറിൽ ആരോ കൈ വയ്ക്കുന്നു. ഫെലി പേടിക്കുന്നുണ്ട്. അത് നാവിറുമായിരുന്നു. നീ എന്താ ജോർദനെ നോക്കായിരുന്നു നാവിറു ചോദിക്കുമ്പോൾ ഫെലിയുടെ ഫേസ് മാറുന്നുണ്ട്. ഇത് കണ്ട് നാവിറു അവളോട് സോറി പറയുന്നു. ഞാൻ നിനക്ക് ഡിന്നറുമായി വന്നെയാണ്. ഇത് എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ നിന്റെ സ്പെഷ്യലായിട്ടുള്ള ഓർഫനേജ് സ്റ്റൈല് ഫ്രൈഡ് റൈസ് ആണ്. എനിക്ക് ഉറപ്പാണ് നിന്റെ റെസിപ്പി കഴിക്കാതിരിക്കാൻ നിനക്ക് പറ്റില്ല. ഇതെല്ലാം കേട്ട് ഫെലി സ്മൈൽ ചെയ്യുന്നു. അവൾ ആ ഫ്രൈഡ് റൈസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നാവിറോട് താങ്ക്സ് പറയുന്നു. നാവിറു അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷേ അവൻ തിരിച്ചു വന്ന് ഫെലിയോട് ഞാൻ നിനക്ക് ഒരു അഡ്വൈസ് തരാം, നീ ഇങ്ങനെ ജോർദനെ ഇഗ്നോർ ചെയ്ത് നിർത്തൂ. അവന് നിന്നോട് എന്താണ് പറയാനുള്ളതെന്ന് നീ കേൾക്കണം. കാരണം ജോർദനും നിന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്ന് നാവിറ പറയുന്നു. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഫെലിയും എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ മിസ്റ്റർ ജോഹാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. രാഗ അവിടേക്ക് വന്ന് വീക്കെൻഡ് ആയിട്ടും താങ്കൾ ഇന്നും ഓഫീസിൽ പോവുകയാണെന്ന് ചോദിക്കുന്നു. അതെ, ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നു. എന്നിട്ട് ഫെലിയെക്കുറിച്ചും രാഗയോട് ചോദിക്കുന്നു. ആദ്യം എന്തു പറയണമെന്ന് രാഗയ്ക്ക് അറിയില്ലായിരുന്നു. ഫെലി ഒരുപാട് ടയേർഡാണ്, അതുകൊണ്ട് റൂമിൽ റെസ്റ്റ് ചെയ്യുകയാണെന്ന് രാഗ പറയുന്നു. ശരി, അവൾ ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞ ശേഷം മിസ്റ്റർ ജോഹാൻ അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി റൂമിൻ്റെ വെളിയിലേക്ക് വരുന്നത് ജോർദൻ കാണുന്നു. അവൻ അവളെ വിളിക്കുന്നുണ്ട്. അവനെ കാണുമ്പോൾ അവൾ പെട്ടെന്ന് റൂമിനകത്തേക്ക് പോയി ഡോർ അടയ്ക്കുന്നു. ജോർദൻ വരുമ്പോഴേക്കും ഡോർ അടച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ജോർദൻ ആകട്ടെ ഒരുപാട് സാഡാകുന്നു. ഫെലി തന്നെ ഇപ്പോഴും ഇഗ്നോർ ചെയ്യുകയാണെന്ന് അവന് മനസ്സിലാകുന്നു. അവൻ അവിടുന്ന് പോകുന്നുണ്ട്. ഫെലി ഇപ്പോഴും ജോർദനെ ഫേസ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ അവൾക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അവൾ വന്ന് മൊബൈൽ ചെക്ക് ചെയ്യുന്നു. അവളുടെ ആ കൺഫെഷൻ വീഡിയോ ആരോ അവൾക്ക് വീണ്ടും സെൻഡ് ചെയ്തിരിക്കുകയാണ്. നെറ്റിൽ എല്ലാവരും ഫെലിയെക്കുറിച്ച് ഒരുപാട് മോശമായി പറയുന്നു. ഇതെല്ലാം കണ്ട് ഫെലി അപ്സെറ്റ് ആകുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് ബൈ മിസ്റ്റേക്ക് ഫ്ലവർ പോട്ട് താഴെ വീഴുന്നു. ഈ ഗ്ലാസ് പൊട്ടുന്ന സൗണ്ട് വെള്ളി നിൽക്കുമ്പോൾ രാഗയും കേൾക്കുന്നുണ്ട്. അവൻ ടെൻഷനിൽ വന്ന് ഫെലിയുടെ ഡോർ നോക്ക് ചെയ്യുന്നു. ഫെലിയോട് ഡോർ തുറക്കാൻ പറയുന്നുണ്ട്. താൻ ഓക്കെ ആണെന്നും നീ വറിയേണ്ട ആവശ്യമില്ലെന്നും ഫെലി പറയുന്നുണ്ടെങ്കിലും രാഗയാകട്ടെ ഒരുപാട് ടെൻഷനിലായിരുന്നു. രാഗ ഫെലിയുടെ ഡോറിൻ്റെ പാസ്വേഡ് യൂസ് ചെയ്ത് ഡോർ തുറക്കുന്നു. അകത്തേക്ക് വരുമ്പോൾ ഫെലി ഈ ഗ്ലാസ് പീസ് എടുക്കുന്നത് അവൻ കാണുന്നുണ്ട്. അവൻ ഓടി അവളുടെ അടുത്തേക്ക് വരുന്നു. നീ ഓക്കെ ആണോ, നീ ഹർട്ടായെന്നൊക്കെ ചോദിച്ച് അവളെ ചെക്ക് ചെയ്യുന്നുണ്ട്. താൻ ഓക്കെ ആണെന്ന് അവൾ പറയുകയും ചെയ്യുന്നു. അവൻ അവളെ ബെഡിൽ കൊണ്ടിരുത്തിയിട്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. ഫെലിക്ക് അവളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. രാഗയുടെ മുന്നിൽ വെച്ച് അവൾ ഒരുപാട് കരയുന്നുണ്ട്. എന്തു പറ്റിയെന്ന് രാഗ വീണ്ടും ചോദിക്കുന്നു. അവൾ ആ മൊബൈലിലെ മെസ്സേജും അവനെ കാണിക്കുന്നുണ്ട്.
ഇത് കണ്ട് രാഗയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. നിനക്ക് ആരാണ് ഈ മെസ്സേജ് അയച്ചതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. തനിക്കറിയില്ല എന്ന് ഫെലി പറയുന്നു. അവൾ ഒരുപാട് കരയുന്ന കാണുമ്പോൾ രാഗയ്ക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ അവളോട് തന്നെ ഫേസ് ചെയ്യാൻ പറയുന്നു. നീ കാമാകണം, ഇത്രയും കരയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവളുടെ കണ്ണീരെല്ലാം തുടയ്ക്കുന്നു. നീ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ ആരാണ് പോസ്റ്റ് ചെയ്തത് അയാളെ കണ്ടെത്താൻ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് രാഗ പറയുന്നു. ഫെലി അവനോട് താങ്ക്സ് പറയുന്നു. പക്ഷേ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇതെല്ലാം എൻ്റെ മിസ്റ്റേക്കാണെന്ന്. ഞാൻ ജ്യോതിനോട് ഒരിക്കലും കൺഫസ് ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെയാകുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ലായിരുന്നു. അവൾ സ്വയം ബ്ലെയിം ചെയ്യുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും എനിക്ക് കിട്ടാറില്ല. ആരും എനിക്ക് സ്നേഹം തിരിച്ചു തരാറില്ല. എൻ്റെ പേരൻസ് എന്നെ വിട്ടുപോയി. ഇതെല്ലാം അറിയാവുന്ന ഞാൻ എന്തിനാണ് ജ്യോതിനോട് കൺഫസ് ചെയ്തെന്ന് അവൾ സ്വയം ചോദിക്കുന്നു. എന്നിട്ട് ഒരുപാട് കരയുന്നുണ്ട്. രാഗ ഒരുപാട് സ്നേഹത്തോടെ ഫെലിയോട് സംസാരിക്കുന്നു. നിന്നോട് ആരാ പറഞ്ഞത് നീ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളും നിനക്ക് കിട്ടില്ലെന്ന്? നീ ലൈഫിൽ ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ സ്കൂളിൽ പഠിക്കണമെന്ന്. ഇപ്പോൾ നോക്കൂ, നിനക്ക് ആ സ്കൂളിൽ സ്കോളർഷിപ്പ് കിട്ടി. നിനക്കവിടെ പഠിക്കാൻ ഒരവസരം കിട്ടി. നീ ലൈഫിൽ ആഗ്രഹിച്ചതാണ് നീ ഓർഫനേജിൽ ഒരു ബർഡൻ ആകരുതെന്ന്. ഇപ്പോൾ നീ ഓർഫനേജിൽ ബർഡൻ അല്ല. നിന്റെ ലൈഫ് നീ സ്വയം ജീവിക്കുകയാണ്. നീ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും നിന്നെക്കുറിച്ച് ഇത്രയും കാര്യം എനിക്ക് എങ്ങനെ അറിയാമെന്ന്. നീ ഈ വീട്ടിൽ വന്ന ശേഷം നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. നീ എപ്പോഴും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇത്തവണ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് രാഗ പറയുന്നു. രാഗയെ പറയുന്ന കേട്ട് ഫെലി കൂടുതൽ കരയുന്നു. ഇത് കണ്ട് രാഗ ടെൻഷൻ ആകുന്നുണ്ട്. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് അവൻ ചോദിക്കുന്നു. നിന്റെ വാക്കുകൾ എപ്പോഴും എനിക്ക് അനോയിങ് ആയിട്ടാണ് ഫീൽ ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നീ പറയുന്ന കേട്ട് എനിക്ക് ഒരുപാട് കാം ഫീൽ ചെയ്യുമെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് രാഗ സ്മൈൽ ചെയ്യുന്നു. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് ആരാണോ അയാളെ കണ്ടെത്തുകയാണ്. പക്ഷെ അതിനു വേണ്ടി നമുക്കൊരാളുടെ ഹെൽപ്പ് വേണം, ഹേമ. അവന് മാത്രമേ അയാളെ കണ്ടെത്താൻ പറ്റൂന്ന് രാഗ പറയുന്നു. എന്നിട്ട് ഫെലിക്ക് അവളുടെ മൊബൈൽ കൊടുത്ത് ഹേമയെ വിളിക്കാൻ പറയുന്നു. അതേസമയം ഹേമയുടെ ഫെലിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന് ആ വീഡിയോ ഒട്ടും ഇഷ്ടമാകുന്നില്ല. കാരണം അവൻ ഫെലി ലൈക്ക് ചെയ്യുന്നുണ്ട്. സോ ഫെലി ജ്യോതിനോട് കൺഫസ് ചെയ്യുന്ന കാണുമ്പോൾ അവൻ ഫ്രസ്ട്രേറ്റ് ആകുന്നു. അപ്പോൾ അവന് ഫെലിയുടെ മെസ്സേജ് വരുന്നു. തന്നെ മീറ്റ് ചെയ്യാൻ കഫേയിൽ വരാൻ പറ്റുമെന്നാണ് അവൾ മെസ്സേജ് ചോദിക്കുന്നത്. ഇത് കണ്ട് ഹേമ ഒരുപാട് ഹാപ്പി ആകുന്നു. അവൻ സമ്മതിക്കുന്നുണ്ട്. ഫെലി ഇംപ്രസ് ചെയ്യാൻ പറ്റിയ അവസരമാണെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഹേമയെ മീറ്റ് ചെയ്യാനായി ഫെലി കഫേയിലേക്ക് വരുന്നു. അവളെ കാണുമ്പോൾ അവൻ സ്മൈൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ്റെ ഈ സ്മൈല് ഒരുപാട് നേരം ഉണ്ടാകുന്നില്ല. കാരണം രാഗ അവിടേക്ക് വരുന്നു. ഇവൻ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ഹേമ ചോദിക്കുമ്പോൾ ഇവൻ എൻ്റെ കൂടെ വന്നെയാണെന്ന് ഫെലി പറയുന്നു. ഞങ്ങൾക്ക് നിൻ്റെ ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. സ്കൂളിൻ്റെ സോഷ്യൽ മീഡിയ സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഫെലിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ആരാണെന്ന് കണ്ടെത്തണം. അതിന് നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് രാഗ പറയുന്നു. ഫെലി അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. രാഗയുടെയും ഫെലിയുടെയും ഈ ഇൻട്രാക്ഷൻ ഹേമയ്ക്ക് ഇഷ്ടമാകുന്നില്ലെങ്കിലും ഫെലി ഹെൽപ്പ് ചെയ്യാൻ അവൻ വില്ലിങ് ആയിരുന്നു. അവൻ അവൻ്റെ കൂടെ ലാപ്ടോപ്പും കൊണ്ടാണ് വന്നിരിക്കുന്നത്. IP അഡ്രസ് യൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ആരാണെന്ന് ഈസിയായി കണ്ടെത്താൻ പറ്റുമെന്ന് ഹേമ പറയുന്നു. അതിനുശേഷം അവൻ സിസ്റ്റത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് അവന് റിസൾട്ട് കിട്ടുന്നു. അത് കണ്ട് അവൻ ഷോക്ക് ആകുന്നുണ്ട്. എന്തു പറ്റി? കൾപ്രിറ്റ് ആരാണെന്ന് കണ്ടെത്തിയോന്ന് ഫെലി ചോദിക്കുന്നു. അതെ, കൾപ്രിറ്റ് മറ്റാരുമല്ല ക്ലോയി ആണെന്ന് ഹേമ പറയുന്നു. ക്ലോയുടെ പേര് കേട്ട് ഫെലി ഷോക്ക് ആകുന്നുണ്ട്. നിനക്കെന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. ക്ലോയി ഒരിക്കലും എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഫെലി പറയുന്നുണ്ട്. എനിക്കൊരു മിസ്റ്റേക്കും പറ്റിയില്ല. കൾപ്രിറ്റ് ക്ലോയി തന്നെയാണ്. കാരണം അവളുടെ IP അഡ്രസ്സ് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് അവൻ പറയുന്നു. നിനക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ തന്നെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഹേമ പറയുന്നു. ഫെലി അവൻ്റെ ലാപ്ടോപ്പ് നോക്കുന്നുണ്ട്. ക്ലോയുടെ IP അഡ്രസ്സ് കാണുമ്പോൾ ഫെലി ഷോക്ക് ആകുന്നു. അവൾ ഒന്നും മിണ്ടാതെ അവിടെ എണീറ്റ് പോകുന്നുണ്ട്. രാഗ അവളുടെ പിറകെയും. കാറിലിരിക്കുമ്പോൾ രാഗ ഫെലിയോട് നിനക്ക് ക്ലോയെ എന്നു മുതൽ അറിയാമെന്ന് ചോദിക്കുന്നു. കുട്ടിക്കാലം മുതലേ എനിക്ക് ക്ലോയെ അറിയാം. ഞങ്ങൾ രണ്ടുപേരും ഓർഫനേജിൽ ഒരുമിച്ചായിരുന്നു. അവൾ എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷേ അവളുടെ അഡോപ്ഷന് ശേഷം അവൾ ഒരുപാട് സ്ട്രേഞ്ചായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ആയി. എന്നോട് പ്രോപ്പറായിട്ട് അവൾ സംസാരിക്കാറ് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പും ബ്രേക്കായെന്ന് ഫെലി പറയുന്നു.
ഇന്നലെ ക്ലോയി എൻ്റെ അടുത്ത് വന്ന് നന്നായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയായി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ എനിക്ക് തിരിച്ചു കിട്ടിയ പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി. ക്ലോയി എൻ്റെ മുന്നിൽ ആക്ട് ചെയ്യായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ എന്നെ ഇൻസൾട്ട് ചെയ്യാനായി. ഇതെല്ലാം ആലോചിച്ച് ഫെലി ഒരുപാട് സാഡ് ആകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ എനിക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണെന്ന് ഫെലി പറയുമ്പോൾ, നിനക്ക് എന്നെ ട്രസ്റ്റ് ചെയ്യാം, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് രാഘവ് പറയുന്നു. ഇത് കേട്ട് ഫെലി അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. രാഘവ് ഫെലിയും കൂട്ടി വരുന്നത് അവൻ്റെ വർക്ക്ഷോപ്പിലേക്കാണ്. നമ്മളിവിടെ എന്ത് ചെയ്യുകയാണെന്ന് ഫെലി ചോദിക്കുമ്പോൾ, എൻജോയ് ചെയ്യാൻ പോവുകയാണെന്ന് അവൻ പറയുന്നു. ഇതുപോലുള്ള പ്ലേസിൽ എങ്ങനെ എൻജോയ് ചെയ്യുന്നതെന്ന് ഫെലി ചോദിക്കുന്നുണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാം, പക്ഷെ നമ്മുടെ കൂടെ അതിന് മനസ്സുണ്ടായിരിക്കണം എന്ന് അവൻ പറയുന്നു. ഈ പ്ലേസ് എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വെച്ചാണ് ഞാൻ പല കാറും റിന്യൂ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് കാറുകൾ ഇവിടെ വെച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ടെന്നും അവൻ പറയുന്നു. രാഗ കാറിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത ശേഷം ഫെലി എടുത്തു വരുന്നു. എന്നിട്ട് അവൾക്ക് ആ പേപ്പർ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഒരു കാറിൻ്റെ ഡ്രോയിങ് ആയിരുന്നു. ഇത് കണ്ട് ഫെലി സ്മൈൽ ചെയ്യുന്നു. നീ ചിരിക്കേണ്ട, എനിക്കറിയാം എൻ്റെ ഡ്രോയിങ് ഒരുപാട് മോശമാണെന്ന്. അതുകൊണ്ട് ഞാൻ നിന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത്. എൻ്റെ മോഡിഫിക്കേഷൻ ഐഡിയാസ് വെച്ച് നീ എനിക്ക് ഡ്രോയിങ്സ് വരച്ചു തരാൻ അവൻ പറയുന്നുണ്ട്. ഇത് നിനക്കും ഗുണമുള്ള കാര്യമാണ്. നിനക്ക് ഇഷ്ടമുള്ള കാര്യം നിനക്കും ചെയ്യാൻ പറ്റും, അതായത് ഡ്രോയിങ് എന്ന് അവൻ പറയുന്നു. ഡ്രോയിങ്സ് എനിക്ക് ഇഷ്ടമാണെന്ന് നിനക്കെങ്ങനെ അറിയാമെന്ന് ഫെലി ചോദിക്കുമ്പോൾ, നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ഡ്രോയിങ് ചെയ്യുമ്പോൾ നിന്റെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യും. ഇപ്പോൾ നിനക്ക് അത് അത്യാവശ്യമാണെന്നും രാഘവ് പറയുന്നു. നീ എന്താ ഈ എല്ലാ കാറും മോഡിഫൈ ചെയ്യാൻ പോവുകയാണെന്ന് ഫെലി ചോദിക്കുമ്പോൾ, അതെ, മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് രാഘവ് പറയുന്നുണ്ട്. ലൈക്ക് എക്സാമ്പിൾ പറയാൻ ഫെലി പറയുമ്പോൾ രാഘവ് റേഡിയേറ്ററിനെ കുറിച്ച് സംസാരിക്കുന്നു. കുറേ ഫിലോസഫിക്കലായിട്ട് അവൻ സംസാരിക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യണമെന്നും നമ്മുടെ റിലേഷനും അതുപോലെ ആയിരിക്കണം. ഒരു പർട്ടിക്കുലർ ലെവലിൽ കൊണ്ടുപോകണം. ഒരുപാട് ചൂടും ആകാൻ പാടില്ല, തണുപ്പും ആകാൻ പാടില്ലെന്ന് അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് ഫെലി സ്മൈൽ ചെയ്യുന്നുണ്ട്. ഡ്രോയിങ്സ് ചെയ്യാമെന്ന് അവൾ സമ്മതിക്കുന്നു. നെക്സ്റ്റ് സീനിൽ രാഗയും ഫെലിയും വീട്ടിലേക്ക് വരുന്നു. നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവൾ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രാഗ അവളോട് നിൽക്കാൻ പറയുന്നു. എന്നിട്ട് അവളുടെ അടുത്ത് വന്ന് മോഷൻ ഡ്രോയിങ്സ് ഉണ്ടാക്കരുതെന്ന് പറയുന്നു. ഇത് കേട്ട് ഫെലി സ്മൈൽ ചെയ്തുകൊണ്ട്, ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല നീ എന്നെ അനോ ചെയ്യാതെയെന്ന് അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് രാഗയും സ്മൈൽ ചെയ്യുന്നു. അവൾ അകത്തേക്ക് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ഫെലി ഉറങ്ങാൻ കിടക്കുകയാണ്. അവൾക്ക് ദാഹിക്കുന്നു. കുടിക്കാൻ നോക്കുമ്പോൾ ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. സോ വെള്ളം എടുക്കാനായി അവൾ കിച്ചണിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ജോർദൻ്റെ ഒരു മെസ്സേജ് വരുന്നു. ബോയ്സ് റൂമിലേക്ക് തൻ്റെ കോൺസേർട്ട് കേൾക്കാനായിട്ട് അവൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ആ മെസ്സേജ്. ഫെലി വിചാരിക്കുന്നത് അവിടെ എല്ലാവരും ഉണ്ടായിരിക്കും എന്നാണ്. സോ പോകാൻ അവളും തയ്യാറാകുന്നു. അവൾ ആ റൂമിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവിടെ ജോർദൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് ഒരുപാട് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നു. സോ തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ ജോർദൻ അവനുണ്ടാക്കിയ മ്യൂസിക് ഓണാക്കുന്നു. ഇത് കേട്ട് ഫെലി സർപ്രൈസ് ആകുന്നുണ്ട്. കാരണം ജോർദൻ ഒരിക്കലും അവൻ്റെ മ്യൂസിക് ആരെയും കേൾപ്പിക്കാറില്ല.